നമ്മളിന്ന് നാരങ്ങ അച്ചാർ ഉണ്ടാക്കുവാണേ. അതിനുവേണ്ടി ആദ്യം 2 കിലോ നാരങ്ങ വാങ്ങി അത് വൃത്തിക്ക് കഴുകി അതൊന്ന് പുഴുങ്ങിയെടുക്കണേ. പുഴുങ്ങിയെടുത്തിട്ട് ഒരു 6 കഷ്ണമായിട്ട് മുറിക്കുക. അതിനുശേഷം അത് ഉപ്പ് തിരുമ്മി മാറ്റി വയ്ക്കണം. അത് 2 മണിക്കൂറെങ്കിലും ചുരുങ്ങിയത് വെക്കണം. അതിനുശേഷം ചൂട് കട്ടിയുള്ളൊരു പാത്രം അടുപ്പത്ത് വെക്കുന്നു. പാത്രം ചൂടായതിനു ശേഷം നല്ലെണ്ണ ഒഴിക്കുന്നു. നല്ലെണ്ണ എന്ന് പറഞ്ഞാൽ എള്ളെണ്ണ ചൂടായി കഴിയുമ്പോൾ കടുകിടുക. കടുക് പൊട്ടിക്കഴിയുമ്പോൾ കുറച്ച് ഉലുവ പൊട്ടിക്കഴിയുമ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇത്രയും സാധനങ്ങൾ അതിനകത്തിട്ട് നല്ല രീതിയിൽ വഴറ്റുക. അത് മൂത്ത് കഴിയുമ്പോഴാണ് നമ്മൾ അടുത്ത ഭാഗങ്ങൾ ചേർക്കുന്നത്. അടുത്ത ഭാഗം തീ ഫുള്ളായിട്ട് കുറച്ച് വളരെ സ്ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഒരു 4 ടീസ്പൂൺ ഇടണേ. അത് കാശ്മീരി തന്നെ ഇടണം, നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ട്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ട് ശരിക്ക് വഴറ്റി അത് മൂത്ത് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പുഴുങ്ങി ഉപ്പും പുരട്ടി വെച്ചിരിക്കുന്ന നാരങ്ങയുടെ പീസ് ഇടുക. അതൊന്ന് ഇളക്കിയതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുക. പഞ്ചസാര ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം വറുത്ത് പൊടിച്ച കായവും ഉലുവയും വറുത്ത് പൊടിച്ച പൊടി ചേർക്കുക. അവസാനം വിനാഗിരി ചേർത്ത് കൊടുക്കുക. പിന്നെ അച്ചാർ പൊടി ആവശ്യമുള്ളവർക്ക് ചേർക്കാം, ഇല്ലെങ്കിൽ മുളക് പൊടി അതിന് കണക്കായിട്ട്, എരിവിന് കണക്കായിട്ട് മുളക് പൊടി ചേർത്താലും മതി. ഓക്കെ, അപ്പം ഇതൊക്കെ ഏകദേശം മൂത്തിട്ടുണ്ട്. ഇനി അടുത്ത ഭാഗത്തേക്ക് കിടക്കുന്ന വീഡിയോ അടുത്ത് വരും. അപ്പം നാരങ്ങാച്ചാറിൻ്റെ അവസാന ഭാഗമാണ് ഈ കാണുന്നത്. നാരങ്ങ ചേർത്തു, അതിനുശേഷം നമ്മൾ സ്വല്പം വിനാഗിരി ചേർത്തു, എല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ചു. പിന്നെ അധികം തിളയ്ക്കാൻ വെക്കരുത്, ചെറിയ ചൂടിൽ തന്നെ തീ ഓഫാക്കുക. ഇനി നമ്മൾ സ്വല്പം ചാറെടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കുക, ഉപ്പുണ്ടോ എന്ന് നോക്കുക. ഉപ്പില്ലെങ്കിൽ ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ശരിക്ക് ഇത് തുറന്ന് വെച്ച് തണുത്തതിന് ശേഷം നല്ല ചില്ല് ഭരണി, കഴുകി വൃത്തിയാക്കി ഉണങ്ങി വെച്ച ചില്ല് ഭരണിയിലേക്കിട്ട് മൂടി വയ്ക്കുക. എന്നിട്ട് ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ടേ ഉപയോഗിക്കാവുള്ളൂ. അപ്പം ശരിക്കും അതിൽ എരിവ്, ഉപ്പ്, പുളി ഒക്കെ പിടിച്ച് കിട്ടത്തുള്ളൂ. 2-3 ദിവസം കഴിയണം. ഓക്കെ.